ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 10th ഒരു സോങ് ആണ്. ഫിൽ കോളിൻസ് എഴുതിയ എൻദർ ഡേ ഇൻ പാരഡൈസ്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓതറിനെ പറ്റിയും തീംസിനെ പറ്റിയും അതുപോലെ സ്റ്റാൻസ വൈസ് ഡീറ്റെയിൽഡ് സമ്മറിയുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അനദർ ഡേ ഇൻ പാരഡൈസ് പബ്ലിഷ് ചെയ്തേക്കുന്നത് 1989 സാമൂഹിക ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു കവിതയാണ് അനദർ ഡേ ഇൻ പാരഡൈസ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? സുഖവും സമൃദ്ധിയും ഒക്കെ ആസ്വദിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ദുരിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗം ആളുകളുമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും എത്ര ഡിഫറൻസ് ഉള്ളവരാണ്, എത്ര വ്യത്യസ്തരാണെന്നാണ് ഈ കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് ഓതറിനെ പറ്റിയിട്ട് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഫിലിപ്പ് ഡേവിഡ് ചാൾസ് കോളിൻസ് എന്നാണ്. ഇദ്ദേഹത്തെ ചുരുക്കി ഫിൽ കോളിൻസ് എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ജനിച്ചത് 1951 ജനുവരി 30 ജന്മസ്ഥലം ലണ്ടൻ. ഇദ്ദേഹം ഗായകനാണ്, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഡ്രമ്മർ, നടൻ ഒക്കെയാണ്. ജെനസിസ് എന്ന റോക്ക് ബാൻഡിലെ ഡ്രമ്മറും പിന്നീട് മുഖ്യ ഗായകനുമായിട്ടാണ് കോളിൻസ് ആദ്യമായി പ്രശസ്തനായത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകളാണ് ഇൻ ദ എയർ ടുനൈറ്റ്, അനദർ ഡേ ഇൻ പാരഡൈസ്, എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്, വൺ മോർ നൈറ്റ്, യു വിൽ ബി ഇൻ മൈ ഹാർട്ട് എക്സെട്ര. ഇനി നമുക്ക് കുറച്ച് അവാർഡ്സ് നോക്കാം. ഗ്രാമി അവാർഡ്, ബ്രിറ്റ് അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ് എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തീംസാണ്. സാധാരണ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് തീംസ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ആദ്യം തീംസ് നോക്കിയതിന് ശേഷമാണ് സ്റ്റാൻസ വൈസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ തീം വരുന്നത് ഹോംലെസ് ആണ്. ഹോംലെസ് എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവരാണ്. കവിതയുടെ പ്രധാന വിഷയം തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ ദുരിതവും അവഗണനയുമാണ്. സമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം ഏറ്റവും പിന്നോട്ട് തള്ളപ്പെട്ടിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ ജീവിത കഷ്ടപ്പാടാണ് ഈ കവിതയിൽ മെയിനായിട്ടും പ്രതിപാദിക്കുന്നത്. ഇനി രണ്ടാമത്തെ തീം സോഷ്യൽ ഇൻഡിഫറൻസ് ആണ്. ജനങ്ങൾ സ്വന്തം സുഖ സൗകര്യങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ വേദന കണ്ടിൽ നിന്ന് നടിക്കുന്നു. ഇതിനെ കവിത ശക്തമായി വിമർശിക്കുന്നുമുണ്ട്. നമ്മൾ നമ്മുടേതായ ലൈഫിൽ മുന്നോട്ട് പോകുമ്പം നമ്മുടെ ചുറ്റും എത്ര പാവപ്പെട്ടവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, എത്ര കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നമ്മളേതായ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനെ ഈ കവിത എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അസമത്വം. ഒരു വിഭാഗം ആളുകളുടെ ലൈഫ് സ്വർഗം പോലുള്ളതും പാരഡൈസിലുള്ള പോലെയുള്ളതും മറ്റൊരു വിഭാഗം എന്താണ് ചെയ്യുന്നത്? യാതനകളൊക്കെ അനുഭവിച്ച് കഷ്ടതയിൽ ജീവിക്കുന്നവരുമാണ്. അതെന്താണ്? ഒരു ഇൻഇക്വാലിറ്റിയാണ് നമ്മുടെ സമൂഹത്തിൽ. നാലാമത്തെ തീം നീഡ് ഫോർ ഹ്യൂമാനിറ്റി ആൻഡ് കമ്പാഷൻ. മാനുഷികതയുടെയും കരുണയുടെയും ആവശ്യകതയെ പറ്റിയിട്ട് ഈ പോയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കവിത വായിക്കുമ്പോൾ വായനക്കാരിൽ കൂടുതൽ കരുണ ഉള്ളവരായി അവരെ മാറ്റാനാണ് കവി ശ്രമിക്കുന്നത്. ഈ കവിതയിൽ നമുക്കൊരു സന്ദേശം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താണ് ആ സന്ദേശം? നമുക്ക് എല്ലാവർക്കും കുറച്ച് കാരുണ്യം യാതന അനുഭവിക്കുന്ന ആളുകളോട് കാണിക്കാമെന്നാണ് കവി പറയുന്നത്. അതാണ് ഈ പോയത്തിലെ സന്ദേശം. ഇനി നിങ്ങൾക്ക് കൂടുതൽ തീംസ് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കിടക്കാം. അനദർ ഡേ ഇൻ പാരഡൈസ് written by Phil Collins. She calls out to the man on the street, "Sir, can you help me? It's cold and I have nowhere to sleep. Is there somewhere you can tell me?" He walks on, doesn't look back. He pretends he can't hear her. Starts to whistle as he crosses the street. Seems embarrassed to be there. ഇവിടെ ഒരു സ്ത്രീ ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. കോൾസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കെ ശബ്ദത്തോടെ വിളിക്കുക.
ആരെയാണ് വിളിച്ചത്? സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന ഒരു മാൻ അല്ലേ, ഒരു പുരുഷനെ അവൾ നല്ല ശബ്ദത്തിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സാർ നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? എന്തിനാണ് സഹായിക്കാൻ പറയുന്നത്? ഇപ്പോഴുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ തണുത്ത അല്ലെ, കോൾഡായിട്ടുള്ള കാലാവസ്ഥയാണ്. അവൾക്ക് വീടില്ല, തണുപ്പിൽ അവൾക്ക് എവിടെയും ഉറങ്ങാൻ കഴിയുന്നില്ല. അതിന് പറ്റിയ ഒരു സ്ഥലം സാറിന് അറിയാമോ, സാറിന് എന്നെ സഹായിക്കാമോ എന്നാണ് അദ്ദേഹത്തോട് ഈ സ്ത്രീ ചോദിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അവളെ ഒന്ന് നോക്കാതെ, അവളെ മുഖത്ത് പോലൊന്ന് നോക്കാതെ അവിടെ നിന്നും അദ്ദേഹം നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് തന്നോടല്ല അവൾ ആവശ്യപ്പെട്ടത് എന്ന ഭാവത്തിലാണ് അദ്ദേഹം നടന്ന് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അദ്ദേഹം സ്ട്രീറ്റ് ക്രോസ് ചെയ്യുമ്പം ഒരു വിസിലടിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിനോട് അവളിത് ചോദിച്ചതിൽ അദ്ദേഹത്തിന് നാണക്കേടുണ്ട്. അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ വിസിലടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? സ്ട്രീറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓ തിങ്ക് ട്വൈസ്, കോഴ്സ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ്, കോഴ്സ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പോയിറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോയിറ്റ് പറയുകയാണ്, എന്താണ്? എനിക്കും നിനക്കും സ്വർഗത്തിലെ അല്ലേ, പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗം, സ്വർഗത്തിലെ ഒരു ദിവസം മാത്രമാണ് ഇന്ന് അല്ലേ. എനിക്കും നിനക്കും എന്താണ്? ഈ പാരഡൈസ്, ഈ ഹെവനിലെ ഒരു ദിവസം മാത്രമാണ് ഇന്ന്. അപ്പോൾ അവരെ സഹായിക്കണോ എന്ന് നീ ഒരിക്കൽ കൂടി ചിന്തിക്കൂ അല്ലേ. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അപ്പം നിങ്ങൾ അവരെ സഹായിക്കണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കൂ എന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. അത് 2 തവണയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വുമൺ എന്താ ചെയ്യുന്നത്? എ വുമൺ സീക്കിംഗ് ഹെൽപ്പ് അല്ലേ. എന്താണ് ചെയ്യുന്നത്? സഹായം തേടുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, സമൂഹം വീടില്ലാത്ത പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന അവഗണനയാണ് ആദ്യ സ്റ്റാൻസയിൽ കവി വെളിപ്പെടുത്തുന്നത് അല്ലേ. അദ്ദേഹത്തോട് സ്ത്രീ ഒരു ഹെൽപ്പ് ചോദിച്ചു. അദ്ദേഹത്തിന് എന്താണ് ആ ചോദിച്ചതിൽ തന്നെ ഒരു നാണക്കേടായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹം അവളെ ഒന്ന് നോക്കാതെ തന്നെ എന്ത് ചെയ്യുകയാണ്? അവിടെ നിന്ന് നടന്ന് നീങ്ങാണ് ചെയ്യുന്നത്. വിസിലടിച്ചുകൊണ്ട് ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന പോയിറ്റ് എന്താണ്? പോയിറ്റ് പറയുന്നത്, എനിക്കും നിനക്കും എന്താണ് ഇന്ന് സ്വർഗത്തിലൊരു ദിവസം മാത്രമാണ് ഇന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ സഹായിക്കണോ എന്ന് നീ എന്ത് ചെയ്യണം? തിങ്ക് ട്വൈസ് അല്ലേ. ഒരിക്കൽ കൂടി നീ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് പോയിറ്റ് പറയുന്നത്. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്, ഹീ ക്യാൻ സീ ഷീ ഈസ് ബീൻ ക്രൈയിങ്. ഷീ ഈസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. ഷീ കാൺറ്റ് വോക്ക് ബട്ട് ഷീ ഈസ് ട്രൈയിങ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൾ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. അവൾ ആ സ്ട്രീറ്റിൽ അവളെ മൈൻഡ് ചെയ്യാണ്ട് പോയ അയാളില്ലേ, അയാൾ എന്ത് ചെയ്യണം? വീണ്ടും ശബ്ദത്തിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്, ഉറക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അവൾ കരഞ്ഞുകൊണ്ടാണ് അയാളെ വിളിക്കുന്നത്. ആ കരച്ചിൽ അയാൾക്ക് വ്യക്തമായിട്ട് കാണാം. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല? അവളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ. അവൾ വിചാരിക്കുന്നത് താനിങ്ങനെ ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സ് മാറിയിട്ട് അവളൊന്ന് സഹായിച്ചാലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവൾ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നില്ല? അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അല്ലേ. ആ കരച്ചിൽ കണ്ടിട്ട് കൂടി അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. ഷീ ഈസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുമിളകൾ എന്നാണ് അർത്ഥം. നമ്മൾ പൊള്ളിയിട്ടൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു കുമിളകളില്ലേ, അതിനെയാണ് നമ്മൾ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എന്താണ്? അവളുടെ കാലിനടിയിൽ അല്ലേ, ഷീസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. അവളുടെ ഫീറ്റിൽ നിറയെ എന്തുണ്ടെന്നാണ് പറയുന്നത്? ബ്ലിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, കുമിളകൾ നിറയെ ഉണ്ട്. എന്തുകൊണ്ടാണ്? അവൾക്ക് ചെരുപ്പ് പോലും ഇല്ല. അപ്പം ഈ റോഡിലൂടെ നടന്നിട്ട് അവളുടെ കാലിനടിയിൽ മുഴുവൻ എന്താണ്? കുമിളകൾ, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ശരിക്കും ഒന്ന് നടക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നിട്ട് അവൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയാണല്ലേ. അവൾ നടക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവൾക്ക് അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്യും എന്ന തോന്നലിലാണ് അവൾ നടക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി അവളെ കാലിന് വയ്യ അല്ലേ, കുമിളകളുണ്ടെങ്കിൽ നമുക്കിപ്പം കാല് നിലത്ത് പോലും വെക്കാൻ കഴിയില്ല. എന്നിട്ടും അവൾ എന്ത് ചെയ്യാണ്? ട്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്.
നമ്മൾ പോയിട്ട് പിന്നെയും പറയുകയാണ് എന്താ പറയുന്നത്, എനിക്കും നിനക്കും സ്വർഗത്തിലെ ഒരു ദിനം മാത്രമാണ് ഇന്ന് അല്ലേ. അപ്പം നീ എന്ത് ചെയ്യണം, തിങ്ക് ട്വൈസ് അല്ലേ, നീ എന്ത് ചെയ്യണം, ഒന്നും കൂടി ചിന്തിക്കണം. അവരെ സഹായിക്കാൻ പറ്റുമോയെന്ന് നീ എന്ത് ചെയ്യണം, ഒന്നും കൂടി ചിന്തിക്കണം എന്ന് അദ്ദേഹം 2 തവണ പിന്നെയും പറയുകയാണ് ചെയ്യുന്നത്. ഓ ലോഡ്, ഈസ് there nothing more anybody can do? Oh Lord, there must be something you can say. You can tell from the lines on her face. You can see that she's been there, probably been moved on from every place, 'cause she didn't fit in there. ഇവിടെ പോയിറ്റിൻ്റെ ഫ്രസ്ട്രേഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാത്തത്? ഈസ് there nothing more anybody can do? Oh Lord, there must be something you can say. ദൈവമേ, നിനക്ക് ഇവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും പറയാലോ, അല്ല അവരോട് എന്തെങ്കിലും പറയാലോ. ഇനി ആ സ്ത്രീയുടെ ഫേസിൻ്റെ അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ലൈന്, യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓൺ ഹെർ ഫേസ്. അവളുടെ മുഖത്ത് എന്തുണ്ട്, ധാരാളം ലൈൻസ് ഉണ്ട് അല്ലേ, ചുളിവുകളുണ്ട്. അവളുടെ മുഖം ചുളിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്, അവളുടെ കഷ്ടപ്പാടാണ്. അവൾ കഷ്ടപ്പാടിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ഇനി പറയുന്നത്, യു ക്യാൻ സീ ദാറ്റ് ഷീ ഈസ് ബീൻ ദർ, probably been moved on from every place, 'cause she didn't fit in there. ഇവിടെ പറയുന്നത്, അവൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെ, ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വന്നത്? അവളെ ആ ഒരു സൊസൈറ്റി സ്വീകരിക്കുന്നില്ല. ഇപ്പം തന്നെ അവളോട് ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടല്ലേ. അവൾ ഉറക്കെ ഒരാളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടും അയാൾ എന്ത് ചെയ്ത് അവളെ തിരിഞ്ഞുപോലും നോക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവൾ പല സ്ഥലങ്ങളിലും ഇതേ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടാവാം. സമൂഹത്തിൽ അവൾ ഫിറ്റല്ല. അതുകൊണ്ടാണ് നമ്മളെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അവരെ സ്വീകരിക്കാത്തത് എന്നാണ് കവി പറയുന്നത്. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. നിനക്കും എനിക്കും സ്വർഗത്തിലെ ഒരു ദിനം മാത്രമാണ് ഇന്ന്. അപ്പോൾ നീ എന്ത് ചെയ്യണം, നീ അവരെ സഹായിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കൂ എന്നാണ് പറയുന്നത്. ഈ വരികൾ ഇങ്ങനെ ആവർത്തിച്ച് പോയറ്റ് പറയുന്നത്, ആ വരിക്ക് അത്രയും ഇമ്പോർട്ടൻസ് പോയത്തിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വരി ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത്.